ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പല ഓപ്ഷൻസ് കാണും. നമുക്ക് ഷോർട്ട് ആൻസർ ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, റേറ്റിംഗ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ചൂസ് ഗ്രിഡ് ഉണ്ട്, ചെക്ക് ബോക്സ് ഗ്രിഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു ഗൂഗിൾ ഫോമിൽ നിന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിനെ ബോൾഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതിന് സെലക്ട് ചെയ്തിട്ട് ഇതാണെങ്കിൽ ഇത് കണക്ക് ബോൾഡ് ചെയ്യാം. പിന്നെ ഇറ്റാലിക്സ് പ്രൊവൈഡ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ലിങ്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇനി ബാക്ക് ഫോമിൽ എടുക്കണമെങ്കിൽ ഇതേപോലെ നീക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ബാക്ക് ഫോമിലെത്തി. ഇനി നമുക്ക് ഫോമാറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമാറ്റ് റിമൂവ് ആയി കിട്ടും. ഇനി ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്തെടുക്കുക. അതിന് ബോൾഡ് ഇറ്റിലാക്ക് ഉണ്ട്. പിന്നെ നമ്പർ ലിസ്റ്റ് ഉണ്ട്, നമുക്ക് നമ്പർ ആഡ് ചെയ്ത് ഓരോ സെക്ഷൻ വൈസ് നമ്പറായിട്ട് ആഡ് ചെയ്യാം. ഇനി ബുള്ളറ്റ് ആണ് വേണമെങ്കിൽ ബുള്ളറ്റ് ലിസ്റ്റിലൂടെ ആഡ് ചെയ്യാം. ഈ ടെക്സ്റ്റ് ഫോമാറ്റിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഓരോ ഓപ്ഷൻസ് എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രോപ്പ് ഡൗൺ ആണ്. ഒരു ഡ്രോപ്പ് ഡൗണിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ഷൻ, പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി, പ്രൊഡക്റ്റ് സി ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, പ്രൊഡക്റ്റ് സെലക്ഷൻ. ഇതേപോലെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് എ ആണോ, പ്രൊഡക്റ്റ് ബി ആണോ, പ്രൊഡക്റ്റ് സി ആണോ വേണ്ടതെന്ന് ഈ ഒരു ബേസിലാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ വ്യൂ വരുന്നത്. ഇനി അടുത്ത് വന്നപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസാണ് കൊടുക്കുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു പേര് കൊടുത്ത് ഇതേപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ ഫോമാറ്റാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അഡ്രസ്സ് ഇതൊക്കെ ലോങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് ബേസ് ആണ് കൊടുക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ലീനിയർ സ്കെയിലാണ്. ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേറ്റിംഗ് സ്കെയിലാണ്. അത് മെയിൻലി 5 പോയിന്റ് സ്കെയിലും ഉണ്ട്, 7 പോയിന്റ് സ്കെയിലും ഉണ്ട്. അതിൽ കുറഞ്ഞില്ല. അപ്പം ഇപ്പം നമുക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് സാറ്റിസ്ഫാക്ഷൻ എത്ര, ഇപ്പോൾ പ്രൊഡക്റ്റ് എയുടെ സാറ്റിസ്ഫാക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ ലീനിയർ സ്കെയിൽ 1 to 5 നമ്മൾ റേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇതേ കണക്ക് നമുക്ക് റേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 ആണ് കൊടുക്കുക, നമ്മൾ ഇത്ര 2 റേറ്റിംഗ്സേ കൊടുക്കുന്നുള്ളൂ. ഇല്ല 3 കൊടുക്കാം, അല്ലെ 4 കൊടുക്കാം, 5 കൊടുക്കാം. 5 റേറ്റിംഗ് സ്കെയിലിൽ 7 റേറ്റ്. നോർമലി ലിക്കർട്ട് സ്കെയിൽ വരുന്നത് ഈ ഒരു ബേസിലാണ്. നെക്സ്റ്റ് ഒന്ന് ചെക്ക് ബോക്സ് ഗ്രിഡ് ആണ്. ചെക്ക് ബോക്സ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം റോയും കോളംസും കാണും. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്കിവിടെ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഫുഡ് ഓഫ് ദി വീക്ക്, ഇപ്പോൾ ഒരു വീക്കിലെ ഫുഡാണ്. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, നമുക്ക് ഫ്രൈഡേ വരെ ഒരു വീക്കുണ്ട്. ഞാൻ ഇവിടെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ബോക്സ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതേപോലെ ബോക്സസ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ചെക്ക് ബോക്സ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയാണ് ഈ മൾട്ടിപ്പിൾ ചൂസ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ്. ഇത് പക്ഷേ സർക്കിൾ ആയിരിക്കും. അത്രയുള്ള വ്യത്യാസം. ഇതിന് ഡ്രോയിങ് കോളമാണ്. ഇത് സർക്കിൾ ആണെങ്കിൽ ചെക്ക് ബോക്സ് ഗ്രിഡ് ആണെങ്കിൽ ബോക്സസ് ആയിരിക്കും. അതിൻ്റെ ഒരു ഓപ്ഷൻസ് കണ്ട, ഇതാണ് ചെക്ക് ബോക്സ് ഗ്രിഡ്. ഇനി മൾട്ടിപ്പിൾ ചൂസ് ഗ്രിഡ് ആണെങ്കിൽ ഇതേപോലെ സർക്കിൾസ് ബേസിലായിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ ബേസിലായിരിക്കും വരുന്നത്. സ്റ്റാർ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ റേറ്റ് ദ ലെഗ്സ് സോപ്പ്, നമ്മളിപ്പം ഏത് പേരും 1 ആണ് 2 നമുക്ക് ഇങ്ങനെ സ്റ്റാർ ബേസിലായിരിക്കും റേറ്റിംഗ് സ്കെയിൽസ് വരുന്നത്. പിന്നെ വരുന്നത് ചെക്ക് ബോക്സസ് ആണ്. ചെക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യും. നമ്മൾ മേളിൽ കണ്ട പോലെ ഇതേപോലെ ചെക്ക് ബോക്സസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ അവസാനത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണ് ഇതാണ് ഡ്രോപ്പ് ഡൗൺ ബോക്സ്. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഇതേപോലെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബി ചൂസ്, അപ്പോൾ അത് വരും. ഇത് നിന്ന് ഷോർട്ട് ആൻസർ ആണ്, ഇത് ലോങ് ആൻസർ ആണ്. ഇതെന്ന് പറയുന്നത് ലിക്കർട്ട് സ്കെയിലാണ്. ഇത് മൾട്ടിപ്പിൾ ചൂസ് ഗ്രിഡ് ആണ്. ഇത് റേറ്റിംഗ് സ്കെയിൽ. ഇത് മൾട്ടിപ്പിൾ ഇതേപോലത്തെ സെയിം ആണ്. ഇതെന്ന് പറയുന്നത് ചെക്ക് ബോക്സസ് ആണ്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സെറ്റിങ്സിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം സെറ്റിങ്സിൽ നമുക്കിപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണും. റെസ്പോൺസ്, മാനേജ് ഹൗ റെസ്പോൺസ് കളക്ട് ആൻഡ് പ്രൊട്ടക്ട് ആണ്. ഇപ്പം നമുക്ക് ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുന്ന റെസ്പോൺസ് വിൽ ബി റിക്വയർഡ് ടു സൈൻ. ഗൂഗിൾ ബേസിൽ നമുക്ക് റിക്വയർഡ് കഴിഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ കൊടുക്കാം. വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ റെസ്പോൺസ് ആണ് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ഇടാം. ഇനി നമുക്ക് റെസ്പോൺസിന് ഒരു കോപ്പി, ഈ റെസ്പോൺസിന് നമ്മുടെ ഈ ഒരു ഗൂഗിൾ ഫോമിൽ ഒരു കോപ്പി മേടിക്കണമെങ്കിൽ നമുക്ക് അത് റിക്വസ്റ്റ് ഓഫ് ഉണ്ട്. ദെൻ റിക്വസ്റ്റ് ആണെങ്കിൽ ഓൾവേസ് കൊടുക്കാം. പിന്നെ റെസ്പോൺസ് എഡിറ്റിംഗ്, റെസ്പോൺസ് ക്യാൻ ബി ചേഞ്ച്. ഇപ്പോൾ നമ്മൾ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് എലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റെസ്പോൺസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ഫോം ആൻഡ് റെസ്പോൺസ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത് അത് മാനേജ് ചെയ്യാം. അത് നമുക്ക് ഷോ പ്രോഗ്രസ് ബാർ, ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡേഴ്സ് നമുക്ക് ഷഫിൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കാരണം എല്ലാവർക്കും ഒരേപോലെ ക്വസ്റ്റ്യൻസ് എത്തത്തില്ല. ഇപ്പം ഒരാൾക്ക് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പം ഷഫിൾ ചെയ്ത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അങ്ങനെ ഒരു ഓപ്ഷൻസ് കൊടുക്കാം. ഇനി മേക്ക് ദിസ് ആസ് എ ക്വസ്റ്റ്യൻ.
ഇതൊരു ക്വിസ് ഫോമിൽ അസൈൻ പോയിന്റ് വാല്യൂസ് നമുക്ക് സെറ്റ് ആൻസർ ഓട്ടോമാറ്റിക്കലി ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യാം എന്നൊരു ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മിക്സ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട് റെസ്പോൺസ് ക്യാൻ സി വിച്ച് ക്വസ്റ്റ്യൻസ് വേ ആൻസർ ഇൻകറക്റ്റ് അത് നമുക്ക് റെസ്പോൺസ് കണ്ട് അങ്ങനെ ആ ഒരു പോയിന്റ് ബേസ് സെറ്റിംഗ്സ് കൊടുക്കാം. കറക്റ്റ് ആൻസേഴ്സിന് നമുക്ക് ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യാം. അതിനൊക്കെ നമ്മൾ ഓപ്ഷൻസ് ഓക്കെ കൊടുത്താൽ പിന്നെ പോയിന്റ് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ക്വിസ് ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഡിഫോൾട്ട് ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡിഫോൾട്ട്സ് ഉണ്ട് അതിന് പോയിന്റ് കൊടുക്കാം. നമുക്ക് ഇവിടെ പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം 1, 2, 3 നമ്മുടെ ആ ഒരു ബേസ് നമുക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് സെറ്റിംഗ്സിലുള്ള കുറച്ച് ടിപ്പ് ആൻഡ് ടിക്സ്. ഇനി റെസ്പോൺസസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രത്യേകത നമുക്കിപ്പം നമ്മളിപ്പോൾ ഫോം ഫില്ല് ചെയ്തവരാണ് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ചാർട്ട് ഗ്രാഫ് കാര്യങ്ങൾ കാണാം. ഞാൻ ഇപ്പം എന്താ നെയിം എത്ര പേര് റെസ്പോൺസ് ഇപ്പോൾ ജെയിംസ് സബ്ജക്റ്റ് ഇങ്ങനെ കുറേ പേരുടെ പേര് നമുക്ക് ആ ഒരു ചാർട്ടും ഗ്രാഫും കാണാൻ പറ്റും. പിന്നെ ഏജ് ആണെങ്കിൽ കൂടുതലും വന്നിരിക്കുന്നത് 64.7%, 20 to 30 ആൾക്കാരാണ് ഏജ് വന്നത്. പിന്നെ ഇവരുടെ ഇമെയിൽ അഡ്രസ്, ജെൻഡർ, പിന്നെ ഇൻകം ഇതൊക്കെ നമുക്ക് കോപ്പി ചെയ്യാം. നമുക്കിവിടെ കോപ്പി ചാട്ടെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേർഡിലോട്ട് എങ്ങോട്ട് വേണമെങ്കിൽ ഇതിന് കോപ്പി ചെയ്യാമാണ്. നമുക്ക് നമ്മുടെ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ്. ഇനി നമുക്കിത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇവിടെ സെൻഡിങ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സെൻഡിങ് ഓപ്ഷൻസ് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇമെയിലോട്ടോ ഒക്കെ നമുക്ക് അതിന് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോട്ടോ ഒക്കെ നമുക്ക് ഇതിനെ സെൻഡ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.